ഹായ് ഫ്രണ്ട്സ്, YPM ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം ക്വിസ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. ഇത്തരം ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇന്നൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ LP UP ഹൈസ്കൂളും അതോടൊപ്പം തന്നെ പല മത്സര പരീക്ഷകളിലും വളരെ ഏറെ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയയാണ്. ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തത്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടോ നേരിട്ടല്ലാതെയോ തെരഞ്ഞെടുത്ത വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം? ഗ്രീസ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ ഭരണഘടന രൂപം കൊണ്ടത് എവിടെയാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ ആശയങ്ങൾ എത്ര രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം 9 രാജ്യങ്ങളിൽ നിന്ന്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 വനിതകളായിരുന്നു. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? 1946 ക്യാബിനറ്റ് മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ഉത്തരം ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന കാലം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസവുമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് പരേഡ് നടക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം രാജ്പഥ്. നെക്സ്റ്റ് ചോദ്യം, റിപ്പബ്ലിക് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ചോദ്യം, റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണർ. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് പരേഡ് തുടങ്ങുന്നത് എവിടെ നിന്ന്? ഉത്തരം രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് റിപ്പബ്ലിക് പരേഡ് തുടങ്ങുന്നത്. നെക്സ്റ്റ്, ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരെ? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ.
അടുത്ത ചോദ്യം, ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ആമുഖം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം അമേരിക്ക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ. റിപ്പബ്ലിക് ദിന പരേഡിൽ നൽകുന്ന അവാർഡ് ഏത്? ഉത്തരം ധീരതക്കുള്ള അവാർഡ്. അടുത്ത ചോദ്യം, 2021 ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? 72ാമത്തെ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അടുത്ത ചോദ്യം, ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാജ്യം? ഉത്തരം നൗറു. ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. 2019 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരായിരുന്നു? സിറിൽ റമഫോസ, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ്. 2020 റിപ്പബ്ലിക് ദിന പരേഡിലെ വിശിഷ്ട അതിഥി ആരായിരുന്നു? ഉത്തരം ജെയ്ബർ ബൊൾസനാരോ, ബ്രസീൽ പ്രസിഡന്റ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് ആരെയാണ്? ഉത്തരം ബോറിസ് ജോൺസൺ, ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട തയ്യാറാക്കിയ ചിത്രകാരൻ ആരായിരുന്നു? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആര്? പ്രേം ബിഹാരി നാരായൺ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എന്നെ പൽക്കിവാല. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിന്റെ പേരെന്താ? ഉത്തരം ബീറ്റിംഗ് റിട്രീറ്റ്. നെക്സ്റ്റ് ചോദ്യം,
ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 29 വൈകുന്നേരം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിലുള്ള നിറം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിലുള്ള നിറം കുങ്കുമം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാരേ ജഹാംസ് അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാംസ് അച്ച എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഉത്തരം ഭാരതരത്ന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഉത്തരം അശോക സ്തംഭം. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.